ഈ ഹജ്ജ് പോലെ തന്നെ സാമ്പത്തികമായ കഴിവുകളും യാത്രാ സൗകര്യങ്ങളും ഷറയിൽ പറയപ്പെട്ട മറ്റു ഘടകങ്ങളൊക്കെ ഒരുമിച്ച് വരുന്നവർക്ക് ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമാണ് ഉംറ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉംറയ്ക്ക് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. മാത്രമല്ല ഏത് സമയത്തും എപ്പോഴും പോയി നിർവഹിക്കാൻ പറ്റുന്നൊരു കർമ്മമാണ് ഉംറ. അതോടൊപ്പം ഭൂമി ലോകത്ത് അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച പ്രധാന പള്ളികൾ 3 മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ. ഈ 2 പള്ളികൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം പരിശുദ്ധ കഅബ, ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പടക്കുന്നതിന് 7000 കൊല്ലം മുമ്പ് അള്ളാഹു പരിശുദ്ധ കഅബനെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നിർബന്ധമായ ഒരു ഉംറ എപ്പോഴും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ്. ഹജ്ജിൻ്റെ കൃത്യമായ ദിവസങ്ങളിൽ ഒഴികെ ബാക്കി ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? ഉംറ നിർവഹിക്കാൻ പറ്റും. മഖബൂലും മബ്റൂറുമായ അഥവാ ആ ഉംറയുടെ എല്ലാ കണ്ടീഷനുകളും ഹജ്ജിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഹജ്ജ് ഉംറ നിർവഹിക്കുകയാണെങ്കിൽ ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് സ്ഫടിക സമാനമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണല്ലോ കുഞ്ഞു ജനിക്കുന്നത് എന്നതുപോലെ എല്ലാ പാപങ്ങളിൽ നിന്നും ഈ ഉംറ കാരണം, ഹജ്ജ് കാരണം അവനെ മുക്തനാക്കപ്പെടുകയാണ്, മോചിപ്പിക്കപ്പെടുകയാണ്.